ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടു ഡിമാൻഡും സപ്ലൈ എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് പറഞ്ഞത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കേർവാണ്. അപ്പോൾ മറ്റേ സപ്ലൈ ആണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് കേർവാണ്. അപ്പോൾ ഡിമാൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻവേഴ്സ് റിലേഷനാണ്. നേരെ മറിച്ച് സപ്ലൈ പറഞ്ഞത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ വി സീ ദാറ്റ് ദർ ഇസ് എ direct relationship between the supply and the market price, and there's an inverse relation between demand and the പ്രൈസ്. ഓക്കെ, സോ രണ്ട് വരെയും വരച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം പറഞ്ഞ ഒരു പൊസിഷൻ വരും. അതായത് മാർക്കറ്റിൽ എപ്പോഴാണ് ഇക്വിലിബ്രിയം വരുന്നത്, ആ ഇക്വിലിബ്രിയം പറഞ്ഞ ഈക്വൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈക്വൽ ആവും. ഇത് മെയിനായിട്ട് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് കാണുക. ഓക്കെ, കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പറഞ്ഞാൽ ഫോഴ്സസ് ഓഫ് ഡിമാൻഡും സപ്ലൈയും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണ ഒരു പൊസിഷനാണ്. അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിമാൻഡ് ചെയ്യണു, സപ്ലയർ സെല് ചെയ്യണു, രണ്ടുപേരുടെയും പ്രൈസ് ടാലി ആവുമ്പോൾ എന്താണ്ടാവും, അവിടെ എക്സ്ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് കോൺസെപ്റ്റ് പറഞ്ഞാൽ. ആ ഇക്വിലിബ്രിയത്തിൽ വരുന്ന പ്രൈസിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ്. അതേ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി, അതിൻ്റെ നേരെ ക്വാണ്ടിറ്റി വരയ്ക്കുമ്പോൾ അത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ അബവ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഇൻഡിവിജ്വൽ ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ആണ്. അപ്പോൾ അവർ it is independent in nature. Okay, independent in nature പറഞ്ഞാൽ it does not it is depending on price only, does not depend on each other, and belonging to an individual person, household or firm. ഏതായാലും പ്രൈസും ഡിമാൻഡും റിലേറ്റഡ് ആണ്. അല്ലാതെ ഡിമാൻഡും സപ്ലൈ മാത്രമല്ല, പ്രൈസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വരച്ചത്, ഡിമാൻഡ് കർവ് അതെ സപ്ലൈ കർവ് അതെ പ്രൈസിനെ നോക്കിയിട്ടാണ് നമ്മൾ വരച്ചത്. In macroeconomics, the corresponding concepts are aggregate demand and aggregate supply. നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ സപ്ലൈയും ഡിമാൻഡും മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഒരു ഇക്കോണമി ആസ് സച്ച് എടുക്കുകയാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസും എല്ലാ കൺസ്യൂമേഴ്സിനെയും ഒരുമിച്ച് എടുക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ആഗ്രിഗേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ്, ടോട്ടൽ സപ്ലൈ. They represent total demand and total supply of the economy. The price mechanism in microeconomics leads to the outcome or the solution of equilibrium. Price mechanism ആണ് മൈക്രോ എക്കണോമിക്സിൽ എന്ത് കൊണ്ടുവരുന്നത്, ഇക്വിലിബ്രിയം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇൻ ലാറ്റിൻ aqueous mean equal, aqueous mean equal, and libra means scales or balances. That is why zodiac sign libra zodiac sign ഉള്ളവരുടെ ചിഹ്നം എന്താണ്, ആ ബാലൻസ് ആണ്. അതായത് നമ്മൾ വെയ് ചെയ്യണ പെയർ ഓഫ് സ്കെയിൽസിനെയാണ് കാണിക്കുന്നത്. വെൻ ദ ടു സ്കെയിൽസ് on the two sides of the scales hang on the same level, there is equilibrium, or in English equilibrium. So when there is two equal forces, it is called as equilibrium. Neither of the scales go up or down unless there is some external disturbance. അപ്പോൾ ഈക്വൽ ആയ പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിൽ both are equal. Okay, demand and supply. And otherwise what will happen, ഒരു സൈഡിൽ കൂടുതലാണെങ്കിൽ മറ്റേ സൈഡിൽ താഴെ കൂടുതലാണെങ്കിൽ മറ്റേ സൈഡ് ലെസ് വെയിറ്റ് ആണെങ്കിൽ there won't be any equilibrium, there will be disequilibrium. So the forces of demand supply, when they meet together, it is called as equilibrium. ഇത് ഡയഗ്രത്തിൽ കാണാം, ഈ ഡയഗ്രത്തിൽ കാണാം. ദാറ്റ് ഇസ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇ. അതിന് നേരെ ചോട്ടിലേക്ക് ക്വാണ്ടിറ്റി 12 ആണ് നമ്മളുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും 3 ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഡിസിക്വിലിബ്രിയം വരുന്നത് എപ്പോഴാണ്, വെൻ ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുന്നതോ, ദാറ്റ് ഇസ് ബിയോണ്ട് ദിസ് പോയിന്റ്, ബിയോണ്ട് ഇ, അബവ് ഓർ ബിലോ ഇറ്റ്. ഓക്കെ, അബവ് ആണെങ്കിൽ എന്ത് കൂടും, ആഗ്രിഗേറ്റ് സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. And when the price is below this equilibrium, what will happen, demand will increase and supply is lesser. Okay, so when exogenous variables, some structural imbalances prevent equilibrium, the resulting disturbed situation is called as disequilibrium. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസിക്വിലിബ്രിയം പറയുക. ജെയിംസ് Keynes, speaking about financial market, had said that markets are usually in the state of disequilibrium. ജെയിൻ കെയ്ൻസ് ആണ് എപ്പോഴും പറഞ്ഞത് അവിടെ മാർക്കറ്റിൽ എന്തുണ്ട്, ഡിസിക്വിലിബ്രിയം ഉണ്ട്. ബിക്കോസ് all information is not received. Therefore, there is always disequilibrium in the market. ഇൻസ്റ്റെബിലിറ്റിയും യൂണീക്നെസ്സും എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് കെയ്ൻസും പറയുന്നത്, ബാക്കിയുള്ള ഇക്കോണമിസ്റ്റും പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ്. ഇത് രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു രണ്ട് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് ഇക്വിലിബ്രിയം പറഞ്ഞു, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ മീതെ, അതായത് പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടിലും മീതെ പോവുകയാണെങ്കിൽ എന്താണ് കൂടുതൽ ഉണ്ടാവുക? സപ്ലൈൻ്റെ കർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നിൽക്കും, ഡിമാൻഡ് കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്, പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സപ്ലൈ ചെയ്യും ആൻഡ് ഡിമാൻഡ് എന്താവും, കുറയും. എന്തുകൊണ്ടാണ് വെച്ചാൽ പ്രൈസ് നല്ലോണം കൂടുതലാണ്. ആ സമയത്ത് നല്ല ഹൈ പ്രൈസ് ആണെങ്കിൽ ആരെങ്കിലും ഒരു കസ്റ്റമറും ആ സാധനം വാങ്ങില്ല, അവർ മാറ്റി വയ്ക്കും. അപ്പോൾ എന്താവും, ഗോഡൗൺസിലൊക്കെ സപ്ലൈ കൂടും പക്ഷേ ഡിമാൻഡ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത് എക്സസ് സപ്ലൈ. ഇനി അടുത്തതാണ് താഴെ, അതായത് പ്രൈസ് കുറയാണ്, P2 പൊസിഷനിൽ വരികയാണെങ്കിൽ ഡിമാൻഡ് കൂടുതൽ, ആൾക്കാരെല്ലാവരും ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യും. പക്ഷേ സപ്ലൈ എന്താവും, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കുറവാണ് സപ്ലൈ ചെയ്യുക. അങ്ങനത്തെ ഒരു പൊസിഷനാണ് P2. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക, എക്സസ് ഡിമാൻഡാണ് കാണിക്കുക. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. P1 പറയുന്നത് എക്സസ് സപ്ലൈയും P2 പറയുന്നത് എക്സസ് ഡിമാൻഡ്. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇക്വിലിബ്രിയം what is the price when the market is in equilibrium? Market equilibrium പറഞ്ഞാൽ രണ്ട് ഫോഴ്സസും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ ഡിമാൻഡ് കർവും തന്നു, സപ്ലൈൻ്റെ ഇക്വേഷനും തന്നു. കർവ്സൊക്കെ നമുക്ക് ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിമാൻഡ് ഇത്രയാണ് തന്നു, ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇത്രയാണ് തന്നു. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തണമെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ 81 മൈനസ് PX നമ്മുടെ ഡിമാൻഡും -4 + 2x നമ്മുടെ സപ്ലൈയുമാണ്. അപ്പോൾ എല്ലാ ന്യൂമറിക്കൽ ടേംസും കോൺസ്റ്റൻറ്റ് ടേംസ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിൽ 8 ഉണ്ട്, 1 PXൻ്റെ കൂടെയാണ്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഇവിടെ -4 ഉണ്ട്, ഇത് മാത്രം ഒന്നിൻ്റെയും കൂടെയല്ല, ഇതും 8ഉം. മറ്റേത് 2 PX ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 8 4നെ ഇക്വേഷൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ഉള്ള സൈന് പ്ലസ് ആവും. അപ്പോൾ 8 + 4 = 2 PX. ഇത് അങ്ങനെ താഴെ എടുക്കുക. പിന്നെ ഇവിടുന്ന് -1 PX ഉണ്ട്, അത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +1 PX ആവും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 8 + 4 12. ഇവിടെ എന്താണ് 2 + 1 3. അപ്പോൾ 3 PX. അപ്പോൾ 3 PX = 12. അപ്പോൾ PX = 12/3 which is equal to 4. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി 4 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടാൻ എളുപ്പമാണ്. ഐദർ ഡിമാൻഡോ അല്ലെങ്കിൽ സപ്ലൈയിലോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടിറ്റി സപ്ലൈഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 8 - 1 PX. അപ്പോൾ അതിൽ നമ്മൾ PX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 - 1 × 4. 4 ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 4 ആണ്. അപ്പോൾ 8 - 4, അപ്പോൾ എത്രയാണ്, 4 യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി പ്രൈസ് 4 ആണ്, ക്വാണ്ടിറ്റി സപ്ലൈഡും 4 ആണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 4 ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പേജ് നമ്പർ 58 ടെക്സ്റ്റിൽ, അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചിലപ്പോൾ വരാം. ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, എന്താണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇനി അടുത്തതാണ് what happens to the changes in price and the quantity demanded when the supply changes and when the demand changes. Okay, ഇപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കുകയാണ്, ആദ്യത്തെ ഡയഗ്രത്തിൽ സപ്ലൈ പച്ച വരെയാണ്, അത് പിങ്ക് അല്ലെങ്കിൽ മെജൻറ്റ വരയിൽ അടുത്ത സപ്ലൈ കാണാം. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വിലിബ്രിയം P1 ആണ്, ക്വാണ്ടിറ്റി Q1 ആണ്. Now suppose demand remaining constant, the supply changes. ഡിമാൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിമാൻഡിൽ ഒരു മാറ്റമില്ല, സപ്ലൈ ചേഞ്ച് ചെയ്യും, ഇൻക്രീസ് ആവുകയാണ് പൊസിഷൻ. അങ്ങനെ ആകുമ്പോൾ സപ്ലൈ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക, സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഗ്രീനിൽ നിന്ന് മാറിയിട്ട് ന്യൂ സപ്ലൈ കർവ് പിങ്ക് കളറിൽ കാണാം. ആൻഡ് ന്യൂ ഇക്വിലിബ്രിയം ഇസ് Q2, ക്വാണ്ടിറ്റി P2. അപ്പോൾ എന്താ പ്രൈസിന് സംഭവിച്ചത്, സപ്ലൈ കൂടുമ്പോൾ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ പ്രൈസ് കുറയുകയാണ് ചെയ്യണത്, P2 ആയിട്ട് മാറി, ക്വാണ്ടിറ്റി എന്താവും, കൂടും. ഓക്കെ, സിമിലർലി നമ്മൾ സപ്ലൈൻ്റെ കുറവ് നോക്കുകയാണ്. സപ്ലൈ കുറയ്ക്കുകയാണെങ്കിൽ when supply is reduced it moves towards the left. What will happen to the price will increase, P2 ആവും, ക്വാണ്ടിറ്റി എന്താവും, Q2 ആവും. ഓക്കെ, സോ അതാണ് പ്രൈസും ക്വാണ്ടിറ്റി. പ്രൈസ് എന്തായി, കൂടി,
അപ്പോൾ change or decrease in the supply will cause an increase in the price and decrease in the quantity demanded. And increase in the supply will cause a decrease in the price and increase in the quantity demanded. അപ്പോൾ ഇതാണ് സപ്ലൈൻ്റെ കാര്യം. ഇതേപോലെ നമുക്ക് ഡിമാൻഡും വരയ്ക്കാൻ പറ്റും. ഡിമാൻഡ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നോക്കണത് സപ്പോസ് there is an increase in the demand. Suppose the demand increases, what happens? Supply remaining constant, what will happen? The price will increase, quantity demanded will also increase. അപ്പോൾ അങ്ങനെയാണ് ഈ റെഡ് ലൈന് ഷിഫ്റ്റ് ചെയ്തു മെജൻഡയിലേക്ക് മാറി. അപ്പോൾ എന്താവും? പ്രൈസ് കൂടി പുതിയ പൊസിഷനിൽ സപ്ലൈ അതേപോലെ നിൽക്കുകയാണ്. സപ്ലൈ നിൽക്കുമ്പോൾ പ്രൈസ് കൂടി ക്വാണ്ടിറ്റി ഇസ് ഇൻക്രീസ്ഡ്. ഓക്കെ, now next diagram is what? When demand decreases. Demand decrease ചെയ്യാണ്, സപ്ലൈ അതേപോലെ നമ്മൾ വരച്ച് വെക്കുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി സപ്ലൈഡും ഡിമാൻഡും മീറ്റ് ചെയ്യണ പോയിന്റ് ആദ്യത്തെ P1 Q1 ആയിരുന്നു, മീറ്റ് ചെയ്യണ പോയിന്റ് ഇങ്ങോട്ടാവും. അപ്പോൾ പ്രൈസ് കുറഞ്ഞു, ക്വാണ്ടിറ്റി ഓൾസോ ഡിക്രീസസ്. അപ്പോൾ ഇതാണ് ചേഞ്ചസ് ഇൻ സപ്ലൈ ആദ്യത്തേൽ കാണിച്ചു, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും എങ്ങനെയാണ് ക്വാണ്ടിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന, ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് കാണാം. ഇനി അടുത്തതാണ് ഇത് സെയിം തിങ് ആണ്. റൈസ് ഇൻ ഡിമാൻഡ്, ഫോൾ ഇൻ ഡിമാൻഡ്, എന്താണ് പ്രൈസ്, അതൊരു ഡയഗ്രാമിൽ എഴുതി അതിൻ്റെ സമ്മറി ഇവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? ഫോൾ ഇൻ ഡിമാൻഡ്, റൈസ് ഇൻ ഡിമാൻഡ്, എന്താണ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഡയഗ്രത്തിൽ ഓരോ കേർവാണ് മാറിയത്. അതായത് ഡിമാൻഡ് മാറുമ്പോൾ സപ്ലൈ കോൺസ്റ്റൻറ്റ്, സപ്ലൈ മാറുമ്പോൾ ഡിമാൻഡ് കോൺസ്റ്റൻറ്റ്. ഇനി അഥവാ രണ്ടും കൂടി മാറുകയാണെങ്കിൽ എന്താണ് എഫക്റ്റ്? അപ്പോൾ ആദ്യത്തെ ഡയഗ്രാം നോക്കുമ്പോൾ നമ്മളുടെ കേർവ്സ് ആണ് D1 S1. S1ഉം D1 കേർവ്സ് ആണെങ്കിൽ നമ്മളുടെ രണ്ടും മാറും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പ്രൈസ് 8 ആയിരുന്നു, ക്വാണ്ടിറ്റി 30 ആയിരുന്നു. Now suppose both equilibrium now suppose both of them increase. അതായത് ലാർജർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ്, സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. ഡിമാൻഡ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈയും കൂടുകയാണെങ്കിൽ ഡിമാൻഡ്, പുതിയ ഡിമാൻഡിൽ പ്രൈസ് എത്രയാണ്? 9 ആയി മാറും. ക്വാണ്ടിറ്റി സപ്ലൈ ക്വാണ്ടിറ്റി that is equilibrium quantity also increases. Both equilibrium quantity and the price increases. Okay, when there is an increase in demand as well as increase in supply, both of them, price as well as quantity increases. Next is when there is a larger increase in supply. Suppose larger increase in supply ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ D1 ആയിരുന്നു, S1 ആണ് ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ 8 ആയിരുന്നു. ലാർജർ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ പ്രൈസ് കുറയും ആൻഡ് ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ്. ഓക്കെ, സിമിലർലി നമുക്ക് രണ്ടും വരയ്ക്കാൻ പറ്റും. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡ് രണ്ടും ഈക്വലായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റ്? ഇത് നമ്മൾ ഒന്ന് കുറച്ചിട്ടും ഒന്ന് കൂട്ടിയിട്ടും വരച്ചു. അപ്പോൾ എന്താണ് എഫക്റ്റ്? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇതെല്ലാ ഡയഗ്രാംസും ഒന്ന് വരച്ച് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മിക്കവാറും കിട്ടും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയാണ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യണതെന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്ന ടോപ്പിക്കാണ് വാട്ട് ഈസ് പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റിയാണ്. അപ്പോൾ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് മണി, അല്ലെങ്കിൽ പ്രൈസ് മണീനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുക. എല്ലാറ്റിനും അതിൻ്റേതായ പ്രൈസ് കൊടുക്കും. ഇപ്പോൾ ലേബർ ആണെങ്കിൽ വേജസ്, ലാൻഡ് ആണെങ്കിൽ റെൻറ്റ്, അങ്ങനെ എല്ലാറ്റിനും അതിൻ്റേതായ വേജസ് കൊടുക്കേണ്ട അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രൈസിൻ്റെ ഫങ്ഷൻ? ഫസ്റ്റ് ആണ് ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ. ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ പറഞ്ഞാൽ പ്രൈസ് ഓഫ് ലേബർ ഈസ് ഹൈ, ലേബറേഴ്സ് ഹാവ് എൻ ഇൻസെൻറ്റീവ് ടു വർക്ക്. ലേബറേഴ്സിന് കൊടുക്കുന്ന വേജസ് കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും? കൂടുതൽ വർക്ക് ചെയ്യും ടു ഗെറ്റ് എ ഹയർ സാലറി. ഹൈ പ്രൈസ് വിൽ ഇൻഡ്യൂസ് ഫേംസ് ടു പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുതലാണെന്ന് വെച്ചാൽ എല്ലാ ഫേംസും അത് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് റേഷനിങ് ഓഫ് സ്കേഴ്സ് സപ്ലൈസ്. അതായത് മാർക്കറ്റ് പ്രൈസ് ഇസ് ഹെൽപ്ഫുൾ ഇൻ റേഷനിങ് സ്കേഴ്സ് സപ്ലൈസ്. ഇപ്പോൾ സപ്പോസ് സം ഐറ്റംസ് ആർ സ്കേഴ്സ്, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് അതിനെ റേഷൻ ചെയ്യാൻ, അതായത് കുറച്ച് സപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
ഇപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിൽ എത്ര എന്താ ഉണ്ടാവുക വെച്ചാൽ എത്രയാണ് സപ്ലൈ ചെയ്യണത് അത്ര ആൾക്കാർ വാങ്ങും. അപ്പോൾ ഈ പ്രൈസ് പറഞ്ഞ സാധനം റേഷൻ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഹെൽപ്പ് ചെയ്യണ ഒരു അതായത് സ്കേഴ്സ് ആണെങ്കിൽ അത് പ്രൈസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സിഗ്നലിംഗ് മെക്കാനിസം. Signaling mechanism means that there is a transfer of resources from one use to the other. If the price of a commodity rises relative to the price of other commodity, the resources will be transferred from the production of the second commodity to the first. ഒരു സാധനത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ എല്ലാവരും അത് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ എല്ലാ റിസോഴ്സസും അതിലേക്ക് മാറും. ഓക്കെ. Rise in the wage of labor is a signal for more laborers to work in that field. ഇപ്പോൾ സപ്പോസ് ഒരു പർട്ടിക്കുലർ വർക്കിൽ വേജിൻ്റെ ലേബർ കൂടി വിചാരിച്ചോളൂ, അപ്പോൾ ആൾക്കാർ അതിലേക്ക്, ഫോർ എക്സാമ്പിൾ ഗൾഫ് മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ശമ്പളം ഉള്ള കാരണം ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകും. ബിക്കോസ് ഒരു വർഷം വർക്ക് ചെയ്യാൻ ഇവിടെ 5-6 വർഷം വർക്ക് ചെയ്താലും ആ ഒരു വാല്യൂ മണി വാല്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും. അതേപോലെ നെക്സ്റ്റ് അപ്പോൾ ഇതെല്ലാമാണ് പ്രൈസിൻ്റെ ഫങ്ഷൻസ്. ഇൻസെൻറ്റീവ്, സിഗ്നലിംഗ് മെക്കാനിസം, റേഷനിങ് മെക്കാനിസം, ഇതെല്ലാമാണ് പ്രൈസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ, നോർമൽ പ്രൈസിൻ്റെ, മാർക്കറ്റ് പ്രൈസിൻ്റെ, ചോക്ക് പ്രൈസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ചോക്ക് പ്രൈസ് എന്താണ്? ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾസ് ടു സീറോ ആയിട്ട് മാറുമ്പോഴാണ്, ഒന്നും വാല്യൂ ഇല്ലാത്തപ്പോഴാണ് ആ ചോക്ക് പ്രൈസ് എന്ന് പറയുക. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ എ കമ്മോഡിറ്റി. ഷോർട്ട് റണ്ണിൽ എന്താണ് പ്രൈസ് വെച്ചാൽ അതാണ് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഈക്വൽ ടു ദി ഇക്വിലിബ്രിയം പ്രൈസ്. ഷോർട്ട് റണ്ണിൽ വരുന്ന പ്രൈസിനെയാണ് നമ്മൾ ഇപ്പോൾ എന്താണ് പ്രൈസ് വെച്ചാൽ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് പറയുന്നത്. പക്ഷേ അത് ഇക്വിലിബ്രിയം പ്രൈസ് ആവണം എന്നില്ല. നെക്സ്റ്റ് ഇസ് നോർമൽ പ്രൈസ്. ദ ലോങ് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ലോങ് റണ്ണിൽ വരുന്ന ഇക്വിലിബ്രിയം പ്രൈസിനെയാണ് നമ്മൾ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് ഇനഫ് ടൈം ടു അഡ്ജസ്റ്റ് ടു ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. ആ ഒരു സമയം കിട്ടുന്നതാണ് നോർമൽ പ്രൈസ്. പിന്നെ ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ. ദാറ്റ് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നേരത്തെ നമ്മൾ ഡയഗ്രാം കണ്ടു, അതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഡിഫറെൻറ്റ് ചേഞ്ചസ്, അതായത് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, പിന്നെ ഒരു പ്രോബ്ലം നോക്കി, അതേപോലെ 2 പ്രോബ്ലംസ് ഉണ്ട് ടെക്സ്റ്റിൽ, അത് സോൾവ് ചെയ്ത് നോക്കാം. പിന്നെ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയമിൽ പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ് ഇൻ സപ്ലൈ, ഡിക്രീസ് ഇൻ സപ്ലൈ. പിന്നെ രണ്ടും കൂടി മാറുമ്പോൾ കൂടുതൽ സപ്ലൈയിൽ മാറ്റം ഉണ്ടെങ്കിലും കൂടുതൽ ഡിമാൻഡിൽ മാറ്റം ഉണ്ടെങ്കിലും എങ്ങനെയാണ് അത് വ്യത്യാസം വരിക. അതേപോലെ ഈക്വൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞ പ്രൈസാണ്. വാട്ട് ഈസ് പ്രൈസ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൈസ്. പിന്നെ 4 തരം പ്രൈസ് പറഞ്ഞു. ഇക്വിലിബ്രിയം പ്രൈസ്, ചോക്ക് പ്രൈസ്, നോർമൽ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്. ഇതെല്ലാം എന്താണെന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എലാസ്റ്റിസിറ്റി എടുക്കാം.